സ്റ്റഡീസ് തലശ്ശേരി ക്യാമ്പസ്. വെൽക്കം മോഹ്സീന. താങ്ക് യു. വളരെ വ്യത്യസ്തമായ പേര്. എന്തെങ്കിലും മീനിങ് ഉണ്ടോ ഇതിന്? നന്മ ചെയ്യുന്നവൾ. നന്മ ചെയ്യുന്നവൾ. നന്മ ചെയ്യുന്നവൾ. യെസ്, ബ്യൂട്ടിഫുൾ നെയിം. ഇന്ന് ഏത് സോങ് ആണ് ഈ റൗണ്ടിൽ പാടാൻ എത്തുന്നത്? പാട് ബിലാൽ എന്ന പൂങ്കുയിൽ. ഓക്കെ, നന്നായി പാടാൻ സാധിക്കും. തോന്നുന്നു പാട്ട് പാടി കഴിഞ്ഞപ്പോ?
കുഴപ്പമില്ല. കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം. രേനത്ത, പിച്ച് ഹൈ ആയിട്ട് തോന്നിയില്ലേ? വളരെ അല്ലേ? ഇത് മൈക്കിൽ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. മൈക്കിൽ സൗണ്ട് കേൾക്കാൻ പിച്ച് പറ്റുന്നില്ല. കൂടുതലായോണ്ട് വോയിസ് കേട്ടില്ലാന്നോ? പാടാൻ എനിക്ക് മനസ്സിലായില്ല. ട്രാക്ക് പിച്ച് കേട്ടില്ല. കൂടുതലായോണ്ട് എനിക്ക് സ്ട്രെയിൻ ആയിട്ട് തോന്നി. സ്ട്രെയിൻ ആയിട്ട് തോന്നി. പാടി ബിലാൽ എന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൻ തേനിശല് ഹാലിലകം കുഫിർ കൂട്ടത്തില് പുണ്യകളിമത്തുറപ്പിച്ച പൂങ്കരള്. ഇതാണ് ഇതിന്റെ പിച്ച്. ഈ പിച്ച് ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്തോ? ഇല്ല, കുറച്ച് പ്രാക്ടീസ് ചെയ്തു. കാരണം എന്താണെന്നറിയോ, ഞാൻ പറയാൻ കാരണം ഈ പിച്ചിൽ ഇങ്ങനെ ഒരുപാട് തവണ അപ്പൊ ഒക്കെ ഈ ഹൈ പോവല്ലേ, അപ്പൊ വോയിസിന് ശരിക്ക് സ്ട്രെയിൻ ആവും. ഇവിടെയും അവസാനമൊക്കെ ആയപ്പോഴേക്കും അങ്ങനെ സ്ട്രെയിൻ ആയി. വേറൊരു പാട്ട് 4 വരി പാടുമോ? വിണ്ണിലിന്ദേകനായി മണ്ണിനെ പോറ്റുന്ന തമ്പുരാനെ നീ, മണ്ണിൽ ഞാൻ ചെയ്തുള്ള പാപങ്ങളെല്ലാം പൊറുത്തിടേണേ നീ. വോയിസിൽ തന്നെ ഹൈ ഉള്ള വോയിസ് ആണല്ലേ. കുറച്ചൊരു താഴ്ത്തി ഒന്ന് പാടാൻ പറ്റുമോ? ഇപ്പൊ തന്നെ പാടി ബിലാൽ തന്നെ എടുക്കാം. പാടി ബിലാൽ എന്ന പൂങ്കുയില് പണ്ട് പാവന. ഒന്ന് പാടി. പാട് ബിലാൽ എന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൻ തേനിശല്. മതി, ഞാൻ ആ വോയിസിന്റെ വ്യത്യാസം ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചതാ. അപ്പൊ ശ്രദ്ധിക്കുക, ഹൈ ഒക്കെ പാടുമ്പം വോയിസിന് സ്ട്രെയിൻ വരാണ്ട് സൂക്ഷിക്കുക കേട്ടോ. 31. താങ്ക് യു രേനത്ത. സലിമിക്ക, നല്ല അടിപൊളി ഗാനമാണ്. പാടി ബിലാൽ എന്ന പാട്ട് സൂപ്പർ ഹിറ്റ് ഗാനമാണ്. ഒരുപാട് പേര് പാടിയിട്ടില്ല. 2 പേര് ഈ ഗാനം പാടിയിട്ടുണ്ട്. 2 പേരും പ്രശസ്തരായ ഗായകരും ഗായികമാരുമാണ്. ഒന്ന് സീനത്ത് പാടി, ഒന്ന് അഷ്റഫ് അല്ലേ, അഷ്റഫ് തായിനേരി. അവരൊക്കെ പാടി വെച്ച് വളരെ മനോഹരമായി എല്ലാവരും ഇന്ന് മനസ്സിൽ താലോലിക്കുന്ന ഗാനമായത്. ഇന്നും ഏത് സ്റ്റേജിലും ഈ പാട്ട് പാടിയാൽ ഓഡിയൻസ് സ്വീകരിക്കുന്നുണ്ട്. എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഗാനങ്ങളായത്. അത് മോളിൽ നിന്ന് പാടിയത് ട്രാക്ക് വെച്ച് പാടുന്നുണ്ട്. പിച്ച് ആ ഹൈയിലാണ് വരുന്നത്. അവസാനം എത്ര സ്റ്റാൻസ് ഉണ്ട്? 1, 2, 3, 4 സ്റ്റാൻസ് ഉണ്ട്. അവസാനത്തേക്ക് എത്തുമ്പോൾ മോള് തളർന്നു പോയി. എൻ്റെ മാതിരി കുറച്ച് തടിയും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നമില്ലായിരുന്നു അല്ലേ? ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഇവര് അവസാനം എത്തുമ്പോഴൊക്കെ ഷൈയായി വരുന്നുണ്ടായിരുന്നു. ശ്രുതിന്ന് പോയിട്ടില്ല, ശ്രുതിന്ന് പോവില്ല എന്നുള്ള സ്ഥിതിയിലെത്തി. ഹൈ റേഞ്ചിലുള്ള ഒരു പാട്ടായതുകൊണ്ടാണ്. ഇപ്പം റഹന നിന്നെ 2ാമത് പാടിപ്പിച്ചപ്പോഴും ഹൈയിൽ പാടാൻ പറ്റിയ ഒരു ശബ്ദം, ഹൈയിൽ നന്നായി പാടാൻ പറ്റുന്നുണ്ട്. ഇനിയും നല്ല നല്ല ഗാനങ്ങൾ മോള് ഇത് സെലക്ട് ചെയ്തിട്ട്, ഇത് പല്ലവി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിതിൻ പാടിയില്ലേ ഒരു പാട്ട്, അവർ പാടിയ ഗാനം ഇതുപോലെ ഈ പല്ലവിയുടെ സെയിം ട്യൂണ് അനുപല്ലവിക്ക് വരുന്ന പാട്ടുകൾ ഈ മത്സര പരിപാടിക്ക് സെലക്ട് ചെയ്തിരുന്നു. കാരണം പല്ലവി കഴിഞ്ഞാൽ അനുപല്ലവി വേറെ സ്റ്റൈലാണല്ലോ. നമ്മുടെ എല്ലാ ഗാനങ്ങളും 100% ഗാനങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പല്ലവി ഒരു ട്യൂൺ, അനുപല്ലവി വേറൊരു ട്യൂൺ. അനുപല്ലവി വരുമ്പോഴേക്ക് നമ്മുടെ എനർജിയും നമ്മുടെ കഴിവും ഒക്കെ കാണിക്കാനുള്ള ഒരു വശത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അപ്പോഴാണ് അത് പൂർണ്ണമായി നമുക്ക് ജഡ്ജ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഗാനങ്ങൾ സെലക്ട് ചെയ്തത്. പല്ലവി ഒരു ട്യൂൺ, അനുപല്ലവി വേറെ ട്യൂൺ ആയാലും നമുക്ക് ജഡ്ജ് ചെയ്യാനും അതിനെക്കുറിച്ച് മോളെ കഴിവിനെ കുറിച്ചും എല്ലാം വളരെ ഭംഗിയായി പറയാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇനി മോള് ഇതുപോലെയുള്ള ഗാനങ്ങൾ സെലക്ട് ചെയ്യാം, നന്നായി പ്രാക്ടീസ് ചെയ്യാം. മോൾക്ക് 34 ആണ്. 34. താങ്ക് യു സലിമിക്ക. അപ്പം സോങ് പെർഫോമൻസിനും പ്രസന്റേഷനും ഒരു 10 മാർക്സും കൂടെ ഉണ്ട്. എത്രയെന്ന് ചോദിക്കാം? ലിജി? 3 മാർക്സ്. 3. താങ്ക് യു. ബഷീർക്ക? 3 മാർക്സ്. താങ്ക് യു. 71 മാർക്കാണ് മോഹ്സിനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 85 ആണ് കട്ട് ഓഫ് മാർക്ക്.